ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ കുറേ കാലമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഓൾമോസ്റ്റ് 1 to 2 മന്തായി. കാരണം ഫുൾ ബിസി ആയിരുന്നു, എക്സാംസ്, പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വരേണ്ട ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയി വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇങ്ങോട്ട് വരുമ്പോൾ കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും എഡിറ്റ് ചെയ്തിടാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് അത് എഡിറ്റ് ചെയ്തിട്ടുമില്ല, ഇട്ടിട്ടുമില്ല. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന കുറേ വീഡിയോസ് ഉണ്ട്, പക്ഷെ അതൊന്നും ഇട്ടിട്ടില്ല. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വെരി സ്പെഷ്യലാണ്. കാരണം വീഡിയോ ഭയങ്കര റോ ആയിട്ട് എടുത്തിട്ടുള്ളത്, കുഞ്ഞു കുഞ്ഞു ക്ലിപ്സാണ്. പക്ഷെ ഭയങ്കര എന്താ പറയുക, ഒരു മെമ്മറീസും അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സനയുടെ വെഡ്ഡിങ് സീരീസാണ്. സനയുടെ കല്യാണത്തിന് പോകുന്ന തൊട്ട് അവിടെ എത്തിയിട്ടുള്ളതും പിന്നെ കല്യാണ കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളും അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് സനൻ്റെ കല്യാണ കാര്യങ്ങളൊക്കെ നോക്കാം. ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം, ലാഗ് അടിക്കുന്നില്ല. ഒന്നാമത് കുറേ സംസാരിക്കാനും വയ്യ. അപ്പം ലെറ്റ്സ് ഗോ വാച്ച് ഇറ്റ്. ബസ്സിന് കാത്തിക്കുക, സമയം ബസ് കിട്ടുമോന്ന് അറിയില്ല. ഏതോ ഒരു ബസ് വരുന്നുണ്ട്. ഞങ്ങളിപ്പോ എവിടെ വിരാജ്പേട്ട് എന്റെ നാട്ടിലാണ്. ഇവര് ഇന്നലെ വന്നതാ. എന്നിട്ട് ഇപ്പൊ ഞങ്ങള് എങ്ങോട്ടാ പോന്നെ? സനന്റെ വെഡിങ്ങിന് വേണ്ടി ചെറുവത്തൂര് പോകാം. ഇനി നമുക്ക് കണ്ണൂർ ബസ് കിട്ടണം. കണ്ണൂർ ബസ്സിന് ആദ്യമായിട്ടാണ്. ആര്യ കണ്ടോ കുടി കയറി പോകുന്ന ബംഗാളികളെ പോലെ. ഇങ്ങോട്ട് കാണിക്ക്, ആര്യ ഇങ്ങോട്ട് കാണിക്ക്. ശബ്ദിക്കും, എനിക്ക് പേടിയാണ്. ജേജുട്ടി എങ്ങോട്ടാ? ഏതാ ബസ്? എന്താ മോളെ, സുഖല്ലേ? അങ്ങനെ KSRTC-യിൽ ഞങ്ങള് സനന്റെ കല്യാണത്തിന് പോവാം വെട്ടികളുമായി. കക്കാൻ പോയതാണോ? പറ്റുന്നില്ല. ജേജ് തുള്ളിട്ടൊക്കെ ബസ്സില്. ചുട്ടീന്റെ കൈ പോയി. കണ്ണൂരെത്തി ഫൈനലി. കണ്ണൂർ KSRTC ബസ് സ്റ്റാൻഡിൽ. എവിടെ ചേച്ചേ? വാഷ്റൂമിൽ. എങ്ങനെയുണ്ട് വാഷ്റൂം? എങ്ങനെയുണ്ട്? അപർണ തട്ടൊക്കെ ഇട്ടിട്ട് ഫാത്തിമ ഫുൾ ലഗേജസ്. അങ്ങനെ ഞങ്ങൾ കണ്ണൂർ ബസ് സ്റ്റാൻഡ് എത്തി, വാഷ്റൂമൊക്കെ പോയി. അപ്പോഴത്തേന് അച്ഛൻ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്ന്. അങ്ങനെ അച്ഛനെ കണ്ട് അച്ഛൻ ഞങ്ങളെ ലഗേജസൊക്കെ കൊണ്ട് കാറിൽ വെച്ചിപ്പോൾ ഞങ്ങളെ കൊണ്ട് ജ്യൂസ് കുടിക്കാനാണ് പോകുന്നത്. എന്താ പറയാ, ഭയങ്കര ദാഹം. ഞങ്ങൾ കുറച്ച് ജ്യൂസ് എങ്ങോട്ട് പോകുന്ന പറഞ്ഞ. അങ്ങനെ കണ്ണൂരിൽ നിന്ന് ജ്യൂസൊക്കെ കുടിച്ച് അച്ഛൻ ഞങ്ങളെ കണ്ണൂരിൽ നിന്ന് ചെറുവത്തൂരിലേക്ക് ആക്കി തരികയാണ്. അപ്പോൾ കാറിൽ ഇങ്ങനെ പോകുക. അപ്പോൾ സന ഞങ്ങൾക്ക് ഹോം സ്റ്റേ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ഹോം സ്റ്റേയിൽ പോയി റെഡിയായി. അവിടുന്ന് പിന്നെ വേണം കല്യാണ വീട്ടിലേക്കല്ല ഓഡിറ്റോറിയത്തിലോട്ട് പോവാൻ. അപ്പോൾ ഓൾറെഡി ലേറ്റായി, 7 മണിക്ക് എത്തണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വിടുമ്പോൾ തന്നെ ഓൾറെഡി 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ പോയി, ടൈമില്ല ഞങ്ങൾക്ക്, ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും ടൈമില്ല. നേരെ പോയി റെഡിയായി നേരെ ഓഡിറ്റോറിയത്തിലോട്ട് പോകണം. അച്ഛൻ ഞങ്ങളാക്കിയിട്ട് തിരിച്ചു പോകും കേട്ടോ. അച്ഛൻ എന്ന് പറയുമ്പോൾ ആര്യയുടെ അച്ഛനാണ്. അപ്പം ഞങ്ങളെല്ലാവരും അച്ഛൻ പോലെ തന്നെയാണ്.
എന്താ നെയ്മ എന്താ ജോ ഫ്രണ്ട് കിട്ടുണ്ടോ നോക്കിയില്ല. നമുക്കിപ്പം പറഞ്ഞതിന് ശേഷം നമുക്ക് പറയാം. ഗൈസ്, നമ്മുടെ സനയുടെ കല്യാണമാണ് നമ്മളുടെ. സോ ഇന്നലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇന്ന് നമ്മളുണ്ടായില്ല. അതെ, ഇവരുണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇന്ന് എന്താണ് മൈലാഞ്ചി തലേ ദിവസം മൈലാഞ്ചി നൈറ്റ് ആണ്. സോ ഞങ്ങൾ കുറെ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഇതാ എല്ലാവരും റെഡിയായി ഇവിടെ ഉഷാറായി ഡാൻസ് പ്രാക്ടീസൊക്കെ നടക്കുന്നു കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്കും കളിക്കാൻ തോന്നി. അങ്ങനെ ഞങ്ങളും കുറച്ച് സ്റ്റെപ്സൊക്കെ പഠിച്ച്, പക്ഷേ ഡാൻസ് കളിക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് നടന്ന്, അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഇതാ എല്ലാവരും റെഡിയായി ഓഡിറ്റോറിയത്തിലോട്ട് പോകാൻ കാറ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുറേ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയം എത്തി. സനേനെ കണ്ടു. ഇതാ സനക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്ത്. സന എന്താ പറയുന്നതെന്ന് ഞങ്ങൾക്ക് കേൾക്കാട്ടോ. സനമോൾ ഗിഫ്റ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എല്ലാം കുറച്ച് പക്ഷെ അത് പെർഫെക്റ്റ് ആയി ഡ്രസ്സും ഭയങ്കര നീ ചെയ്തത് ലാമിനേറ്റ് ചെയ്തിട്ട് ലൈഫിലും ഇടുന്നുണ്ടാവും. അതെ അതെ, കരയുന്നത് 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 സുന്ദരിയാണ്. ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോ ആദ്യത്തെ റൗണ്ടിൽ 2 കബാബ് വാങ്ങി, രണ്ടാമത്തെ റൗണ്ടിൽ വീണ്ടും 2 കബാബ് അയാളോട് ചോദിച്ചു വാങ്ങി. അയാളോട് അല്ല, എന്നിട്ട് അയാളോട് ബിഗ് പീസ്, അയാളോട് പായസം അല്ല, അവർക്ക് അങ്ങേർക്ക് നിന്നെ കാണുമ്പോ ടേസ്റ്റ്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ട്വിസ്റ്റ്. ഗ്രൂം സർപ്രൈസായി സനേനെ കാണാൻ വന്ന്. ഗ്രൂമിൻ്റെ വീട് പാലക്കാടാണ്. അപ്പോൾ അവർ ഓൾറെഡി ചെറുവത്തൂർ വന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ നിൽക്കാണല്ലോ. പക്ഷേ സനേനെ കാണാൻ വരും എന്നുള്ള ഒരു ഐഡിയ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സർപ്രൈസായി സനേനെ കാണാൻ വന്നു. അപ്പം ഞങ്ങൾ ഡാൻസൊന്നും കളിക്കാൻ പറ്റിയില്ല, കാരണം അവർ വന്ന് അപ്പം അങ്ങനെ അവരുടെ കൂടെ അങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തപ്പോൾ അങ്ങനെ ലേറ്റായിപ്പോയി. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. സന ഭയങ്കര സർപ്രൈസായി. നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും. ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ സർപ്രൈസ് കഴിഞ്ഞപ്പോൾ വേറൊരു ട്വിസ്റ്റ് ആട്ടോ. ഞങ്ങൾ കാറിൽ കയറി ചെന്നപ്പോഴാണ് ആൾക്കാരെ ഞങ്ങളെ വിളിക്കുന്നത്, വേറൊരു സർപ്രൈസും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ കാർ ഇറങ്ങിപ്പോയി നിന്ന് നോക്കുമ്പോൾ സനയ്ക്ക് സർപ്രൈസായി മോതിരം കൊടുക്കുന്ന വേറൊരു ഇതായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കൊന്നും അറിയില്ല, ആർക്കും അറിയില്ലായിരുന്നു. ഇത് അവർ മാത്രം അറിയുന്നൊരു സർപ്രൈസ് ആയിരുന്നു. മറ്റേത് ഞങ്ങൾക്ക് അറിയായിരുന്നു ഗ്രൂമ് വരും എന്നുള്ളത്. പക്ഷേ റിങ് കൊടുക്കുന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അടിപൊളിയായിരുന്നു പരിപാടി. അങ്ങനെ അവർ റിങ് എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കല്യാണത്തിൻ്റെ വീഡിയോസ് ഇടാം. അപ്പോൾ ഓക്കെ, ബൈ.